ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായില്ല. നിയമസഭ നടക്കുന്നതിനാൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാകില്ലെന്ന് അറിയിച്ച് രവീന്ദ്രൻ ഇഡിക്ക് ഇമെയിൽ അയച്ചു. അതേസമയം നിയമസഭയിലെത്തിയ രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസിൽ CPM-നെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള ഇഡിയുടെ നീക്കം നടന്നില്ല. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരായില്ല. 10 മണിക്ക് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ഔദ്യോഗിക തിരക്കുകൾ ഉണ്ടെന്നും ഹാജരാകാൻ മറ്റൊരു ദിവസം നൽകണമെന്നും കാട്ടി ഇഡിക്ക് രവീന്ദ്രൻ ഇമെയിൽ അയച്ചു. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഹാജരായ രവീന്ദ്രൻ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാനും തയ്യാറായില്ല. തിരക്കാണെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് CM രവീന്ദ്രൻ മറുപടി നൽകിയത്. ലൈഫ് മിഷൻ കോഴ ഇടപാട് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ CM രവീന്ദ്രന് അറിയാമെന്നാണ് ഇഡി സംശയിക്കുന്നത്. M ശിവശങ്കറിനെ പോലെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായി രവീന്ദ്രന് അടുത്ത ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ക്ലിഫ് ഹൌസിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ രവീന്ദ്രൻ ഉണ്ടായിരുന്നു എന്ന സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെയും വാട്സ്ആപ്പ് ചാറ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. നേരത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിലും 4ാമത്തെ നോട്ടീസ് ലഭിച്ചപ്പോഴാണ് CM രവീന്ദ്രൻ ഇഡിക്ക് മുമ്പിൽ ഹാജരായത്. ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് റെഡ് ക്രസന്റ് നൽകിയ 19 കോടിയിൽ 4.50 കോടി രൂപ കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള കോഴയായി നൽകി എന്നാണ് കേസ്. CM രവീന്ദ്രന് ഇഡി വീണ്ടും നോട്ടീസ് അയക്കും. ന്യൂസ് 18 കൊച്ചി. CM രവീന്ദ്രൻ ഇഡിക്ക് മുമ്പിൽ ഹാജരാകാത്തതിനെക്കുറിച്ച് ഇഡിയാണ് പറയേണ്ടതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല എന്ന് പറയുന്നവർ എന്തോ മറച്ചുവെക്കുന്നു എന്നതാണ് സത്യമെന്നും വി മുരളീധരൻ പറഞ്ഞു. ഒരു ദിവസം പോകാതിരുന്നതുകൊണ്ട് ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. മാത്രമല്ല, ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല, ഞങ്ങൾക്കൊന്നും മറക്കാനില്ല, ഞങ്ങൾ വളരെ സുതാര്യമാണ് എന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു വിവരങ്ങൾ ആരായാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കുമ്പോൾ അത് പോകാൻ മടി കാണിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ മടി കാണിക്കുന്നതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ധാരാളം ഒളിക്കാനുണ്ട്, ധാരാളം മറച്ചുവെക്കാനുണ്ട്, ധാരാളം കാര്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങളുണ്ട്. അതാണ് കേരളത്തിലെ ജനങ്ങളും ഈ സർക്കാരിന് നേതൃത്വം നൽകുന്നവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ ലൈഫ് മിഷനിലും സ്വർണ്ണക്കടത്തിലുമൊക്കെയുള്ള അവരുടെ പങ്കാളിത്തം, ആ പങ്കാളിത്തം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. CM രവീന്ദ്രനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM-ന് ഒരു ഇഡിയെയും പേടിയില്ല. CM രവീന്ദ്രനെ ആദ്യമായല്ല ചോദ്യം ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അത് മുമ്പും ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഇപ്പം തോന്നുന്നു മുമ്പും ചെയ്തു. ഇത് കുറെ കൊല്ലായില്ലേ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസം ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകൾ ഞങ്ങൾക്ക് അതിന് പിന്നിൽ വരേണ്ട കാര്യം വരട്ടെ. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരു ഇഡിനെയും ഒരു മറ്റേ CBI-നെയും ഒന്നിനും ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. CM രവീന്ദ്രനെ മുഖ്യമന്ത്രി ചിറകിന് കീഴിൽ ഒളിപ്പിച്ചെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. നിയമസഭാ സമ്മേളനത്തിന്റെ തിരക്കാണ് എന്നാണ് രവീന്ദ്രൻ ഇഡിയെ അറിയിച്ചത്. എന്നാൽ നിയമസഭയിൽ രവീന്ദ്രന് ഒരു റോളുമില്ല. നിയമസഭയിലേക്ക് ഇഡി എത്തില്ലെന്ന ധാരണ കൊണ്ടാകാം രവീന്ദ്രനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി നിയമസഭയെ കവചമാക്കിയതെന്ന് സുധാകരൻ വിമർശിച്ചു. ജനകീയ പ്രതിരോധ യാത്രയ്ക്ക് സംഭാവന ചോദിച്ച് മണൽ കടത്തുകാരനെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്ത്. പത്തനംതിട്ട കുറിയന്നൂർ പുളിമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ 15,000 രൂപ ആവശ്യപ്പെടുന്ന സംഭാഷണമാണ് പുറത്തുവന്നത്. പണം നൽകിയില്ലെങ്കിൽ മണൽ വാരുന്ന വിവരം പോലീസിൽ അറിയിക്കുമെന്നായിരുന്നു ഭീഷണി. പണം നൽകിയാൽ എത്ര ലോഡ് വേണമെങ്കിലും വാരിക്കോളാനും നിർദ്ദേശം. എന്താ ഞാൻ ഒരു 3 തരാം. അതുപോലെ പറ്റത്തില്ല. പക്ഷേ അതെങ്ങനെയാ നടക്കുന്നത്? നിങ്ങൾ 5 വീട്ടിൽ ലോഡ് കൊടുക്കും, നമ്മൾ പൈസ ചോദിച്ചിട്ടുണ്ടോ? അവിടെ എത്ര പേര് വാരുന്നുണ്ട്? നമ്മള് തലപടുത്ത് ചുമന്നാടാ. ആരുടെയൊക്കെ വണ്ടി അവിടെ വരുന്നുണ്ട് വാരാൻ? വണ്ടി കുഞ്ഞു മാത്രമല്ല, വണ്ടി ഇറക്കത്തില്ല ഇവിടെ.
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ പാർട്ടിയെ വെറുപ്പിച്ച് നിങ്ങൾക്ക് മണ്ണ് വരാൻ പറ്റുമോ? നീ സി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയാവാൻ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ 3 പേരോ ഇത് തര പഠിച്ചു വരുത്തണ്ട സംഭവം. അര പഠിച്ചു വരുന്ന എല്ലാ ദിവസവും 3 രൂപ നിങ്ങൾ തരുന്നില്ലല്ലോ. എന്താടാ നിങ്ങൾ എല്ലാ ദിവസവും അവിടെ നിന്ന് ലോഡ് വിടുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ഒന്നുമില്ല, നിനക്കറിയാൻ പറ്റണം. ആഴ്ചയിൽ 1-2 ദിവസം പണി, അത്രേ ഉള്ള. ഞാൻ ഓടിച്ചാലും വിളിച്ചായിരുന്നു, ഇനി ഒന്ന് വിളിക്കാൻ പറഞ്ഞായിരുന്നു. നീ ഓടിച്ചാനൊന്നും വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളെ ശല്യം ചെയ്യല്ലേ. ജയരാജുവും അല്ല ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നാ കിഴക്കേല് ബ്രാഞ്ച് സെക്രട്ടറി കെ ജയരാജുവും അല്ല ഇവിടെ. നമ്മുടെ രാജാന്റെ കാര്യമെന്ന് പറഞ്ഞു. രാജാൻ അല്ല ഇപ്പം ആള് മാറി, വേറെ ആളാ. ഈ കളി എല്ലാ കളി നമുക്കറിയാം. എന്തോ ആ പരിപാടി എന്ത് രീതിയിലാ ഇത് പോകുന്നതിനൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാ നിങ്ങളെ ഒന്ന് പിടിക്കണമെന്ന് വിചാരിച്ചതും. ഒത്തിരി പരാതി വന്നിട്ടുണ്ട്. നാളെ ഇപ്പൊ ഞാനിപ്പോ വിളിച്ചത് നാളെ ഇപ്പൊ ഞാൻ പരാതി കൊടുക്കും. പേര് വെച്ച് ഞാൻ പരാതി കൊടുക്കും. SP കൊടുക്കുന്നത് പേര് വെച്ച് മണ്ണ് വാരുന്നുണ്ട്. താക്കോൽ ഇന്നാരുടെ കയ്യിലാണ്. ഇന്ന വീട്ടിൽ ഇന്നാരുണ്ട്. ഞാൻ എന്റെ പേര് അങ്ങോട്ട് പരാതി കൊടുക്കാൻ പോവും. അതിനു മുമ്പ് നമ്മൾ ഇന്നും കാണുന്നവരായോണ്ട് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. നിങ്ങളെ ശല്യമല്ല, എനിക്ക് ഇവിടുത്തെ പാർട്ടിയെ വെറുപ്പിച്ച് ഞങ്ങൾക്ക് ഒരു പരിപാടി ഞങ്ങൾ സമ്മതിക്കത്തില്ല. 3 രൂപ തന്നെ നിങ്ങളുടെ ഇത് വേണ്ട, ദാനം വേണ്ട പാർട്ടിക്ക് ഇവിടെ. ഇത് തന്റെ ശബ്ദം തന്നെയാണെന്നും എഡിറ്റ് ചെയ്തതായിരിക്കാമെന്നും ബ്രാഞ്ച് സെക്രട്ടറി അരുൺ പറഞ്ഞു. KSRTCയിൽ പ്രതിസന്ധി തുടരുന്നതിനിടെ മന്ത്രി ആന്റണി രാജുവിനും മാനേജ്മെന്റിനുമെതിരെ ആഞ്ഞടിച്ച് CITU. തൊഴിലാളികളെ വളർത്തുനായ്ക്കളായി കാണാൻ അനുവദിക്കില്ലെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. നാളെ ചീഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് CITU അറിയിച്ചു. KSRTCയിൽ മാനേജ്മെന്റ് നടത്തുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് CITU രംഗത്തെത്തിയത്. പരിഷ്കാരങ്ങൾ അംഗീകരിക്കില്ല എന്നു മാത്രമല്ല, മാനേജ്മെന്റ് തോന്നിയവാസമാണ് കാണിക്കുന്നതെന്നും CITU തുറന്നടിച്ചു. വകുപ്പ് മന്ത്രിക്കെതിരെയും CMD ബിജു പ്രഭാകറിനെതിരെയും ശക്തമായ ഭാഷയിലാണ് CITU തുറന്നടിച്ചത്. വാക്കുപാലിക്കാൻ കഴിയാത്ത വകുപ്പ് മന്ത്രിയാണ് ഭരിക്കുന്നതെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. അവരുടെ മുമ്പിൽ ഇതുപോലുള്ള കൊഞ്ഞനം കുത്തുന്ന രീതി കാണിച്ചാൽ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഇതിനിടയിൽ പോലും ചില പ്രഖ്യാപനം ഈ അടുത്ത കാലത്ത് വന്നതാണ് വിവാദമായി വന്നത്. ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യുന്നവർക്ക്, അച്ചീവ് ചെയ്യുന്നവർക്ക് മാത്രം 5-ാം തീയതി ശമ്പളം. ആരാ ടാർഗറ്റ് നിശ്ചയിക്കുക? ഞങ്ങൾ ഈ ജീവനക്കാരോട് പറയുന്നത് ഈ KSRTC ഇങ്ങനെ ഒരു സംരക്ഷിച്ചു നിർത്തേണ്ടത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടിപ്പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ KSRTC സംരക്ഷിച്ചു നിർത്തേണ്ട തൊഴിലാളിയും കൂടെ ഒരു ആവശ്യമാണ്. ശമ്പളം ഗഡുക്കളായി നൽകാമെന്ന വ്യവസ്ഥ അംഗീകരിക്കില്ലെന്നും സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. നാളെ ചീഫ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജീവനക്കാർ പങ്കെടുക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. മദ്യനയ കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് വീണ്ടും തിരിച്ചടി. സിസോദിയെ മാർച്ച് 4 വരെ CBI കസ്റ്റഡിയിൽ വിട്ടു. റോസ് അവന്യൂ കോടതിയുടേതാണ് തീരുമാനം. അതേസമയം CBI നടപടിക്കെതിരെ രാജ്യവ്യാപകമായി AAP പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡൽഹിയിലെ BJP ആസ്ഥാനത്തിനു മുന്നിൽ പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. ഇവരെ പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. വിവിധ സംസ്ഥാനങ്ങളിലും AAPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകളും സംഘടിപ്പിച്ചു. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പൂരം. മേഘാലയ നാഗാലാൻഡ് നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. നാഗാലാൻഡിൽ 72.99% പോളിംഗ് രേഖപ്പെടുത്തി. മേഘാലയയിൽ 63.91% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. മനു ഭരത് ചേരുന്നു. മനു, എങ്ങനെയായിരുന്നു പോളിംഗ് വിവരങ്ങൾ? പോളിംഗ് ഏറെക്കുറെ സമാധാനപൂർവ്വമായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നാഗാലാൻഡിൽ 81.94% ആളുകൾ വോട്ടുകൾ പോൾ ചെയ്തിരിക്കുന്നു. മേഘാലയയിൽ അത് 74.32% ആളുകളാണ് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിരിക്കുന്നത്. 2 സംസ്ഥാനങ്ങളിലുമായി 53 ഇടങ്ങളിലാണ്
രണ്ട് സംസ്ഥാനങ്ങളിലുമായി 59 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതായത് 60 മണ്ഡലങ്ങൾ വീതമാണ് രണ്ട് സംസ്ഥാനങ്ങളിലും ഉള്ളത്. അതിൽ രണ്ട് സംസ്ഥാനങ്ങളിലും 69 വീതം അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നേരത്തെ തന്നെ ഈ നാഗാലാൻഡിൽ BJP അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അവിടെ എതിരാളി ഇല്ലാത്ത സാഹചര്യത്തിൽ അകുലോത്തോ സീറ്റ് BJP പിടിച്ചെടുത്തിട്ടുണ്ട്. കിമിനി എന്ന BJP സ്ഥാനാർത്ഥിയാണ് കിമിനിയാണ് അവിടെ നിന്ന് എതിരാളിയില്ലാതെ വിജയിച്ചിരിക്കുന്നത്. മേഘാലയയിൽ ഒരു സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് അവിടെ ഒരു മണ്ഡലത്തിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റ് ഇടങ്ങളിൽ ആണ് വോട്ടെടുപ്പ് നടന്നത്. 369 സ്ഥാനാർത്ഥികളാണ് മേഘാലയയിൽ അവരുടെ ഭാഗ്യം പരീക്ഷിക്കുന്നത്. മൊത്തം 34 ലക്ഷം വോട്ടർമാരാണ് രണ്ട് സംസ്ഥാനങ്ങളിലുമായി വോട്ട് ചെയ്യുക. ഇത് 552 സ്ഥാനാർത്ഥികളുടെ ഭാവിയാണ് നിർണ്ണയിക്കുക. നാഗാലാൻഡിൽ വളരെ സുഗമമായ രീതിയിൽ തന്നെ പോളിംഗ് നടന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നാഗാലാൻഡിൽ BJP അക്കൗണ്ട് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു അക്കൗണ്ട് തുറന്ന സാഹചര്യത്തിൽ അവിടെ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് BJP നേതൃത്വം നൽകുന്ന വിഭാഗം. അതേസമയം മേഘാലയയിൽ കോൺറാഡ് ശർമ്മയും കൂട്ടരും തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ്. അവിടെ ഈ 36 മണ്ഡലങ്ങൾ ഈ ഖാസി ജെനിത്ത മലനിരകളിലുള്ളതാണ്. 24 മണ്ഡലങ്ങൾ ഗാരോ ഹിൽസിൽ പെട്ടതാണ്. ഏതായാലും ഈ ഗാരോ ഹിൽസിലൊക്കെ വ്യക്തമായ ആധിപത്യം തങ്ങൾക്കുണ്ട് എന്ന് NDP BJP സഖ്യം അവിടെ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന രാജ്യത്തെ മറ്റ് തെരഞ്ഞെടുപ്പുകൾക്കൊരു ചൂണ്ടുപലക കൂടിയായിരിക്കും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, നന്ദി മനു. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടയാളെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. രാജ്യം കത്തണമെന്നാണോ ഉദ്ദേശമെന്ന് കോടതി ചോദിച്ചു. ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വയ്ക്കുന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചു. BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ നൽകിയ ഹർജി കോടതി തള്ളി. വാർത്തയിൽ ഇന്ന് തുടരും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക്. സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിനെ നേരിടാൻ ഉറച്ച് ഗവർണർ. സിൻഡിക്കേറ്റും ബോർഡ് ഓഫ് ഗവർണർ യോഗവും എടുത്ത നിർണായക തീരുമാനങ്ങൾ സസ്പെൻഡ് ചെയ്തു. സർവകലാശാലയുടെ ഉന്നതാധികാരി വൈസ് ചാൻസലറാണെന്നാണ് രാജ്ഭവന്റെ വാദം. എന്നാൽ ഗവർണറുടെ തീരുമാനം ചട്ടവിരുദ്ധമെന്നാണ് സിൻഡിക്കേറ്റിന്റെ പ്രതികരണം. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ സംരക്ഷിക്കും എന്ന നിലപാട് ഊട്ടിയുറപ്പിക്കുന്നതാണ് ഗവർണറുടെ പുതിയ നീക്കം. വൈസ് ചാൻസലറെ നിയന്ത്രിക്കാൻ പ്രത്യേക ഉപസമിതിയെ നിയോഗിച്ച തീരുമാനം, ജീവനക്കാരുടെ സ്ഥലം മാറ്റം പുനഃപരിശോധിക്കാൻ പുതിയ സമിതി എന്നിവ സസ്പെൻഡ് ചെയ്ത തീരുമാനങ്ങളിൽ ഉൾപ്പെടുന്നു. ഗവർണറും വൈസ് ചാൻസലറും തമ്മിലുള്ള കത്തിടപാടുകൾ സിൻഡിക്കേറ്റ് അറിവോടെ ആയിരിക്കണമെന്ന തീരുമാനവും ചാൻസലർ സസ്പെൻഡ് ചെയ്തു. VCയുടെ വിയോജിപ്പോടുകൂടിയാണ് സിൻഡിക്കേറ്റും ബോർഡ് ഓഫ് ഗവർണർ യോഗവും ഈ തീരുമാനങ്ങൾ പാസാക്കിയത്. തുടർന്ന് സർവകലാശാലയിൽ തന്റെ അധികാരങ്ങൾ കവർന്നെടുക്കാൻ സിൻഡിക്കേറ്റ് ശ്രമിക്കുന്നുവെന്ന് VC ഗവർണർക്ക് വിശദമായ റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗവർണറുടെ അസാധാരണ ഇടപെടൽ. ചട്ടപ്രകാരം വൈസ് ചാൻസലറാണ് സർവകലാശാലയുടെ ഉന്നതാധികാരി. VCയുടെ അധികാരങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സിൻഡിക്കേറ്റിന് കഴിയില്ലെന്ന് രാജ്ഭവൻ വിലയിരുത്തി. യൂണിവേഴ്സിറ്റി നിയമത്തിലെ 10ാം വകുപ്പ് പ്രകാരമാണ് ഗവർണർ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഗവർണറുടെ ഇടപെടൽ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സിൻഡിക്കേറ്റ് ആരോപിച്ചു. തീരുമാനം സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് ബന്ധപ്പെട്ട സമിതിയുടെ വിശദീകരണം തേടണമെന്നാണ് ചട്ടം. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സർക്കാരിനോട് കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഇടപെടൽ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് സിൻഡിക്കേറ്റ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റിന് സർക്കാരിന്റെ പിന്തുണയുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വിദ്യാർത്ഥികൾക്കെതിരായ മുൻ പ്രിൻസിപ്പൽ M രമയുടെ ആരോപണങ്ങൾ തള്ളി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് അധ്യാപക രക്ഷാകർതൃ സമിതി. വിദ്യാർത്ഥികളെ അപമാനിച്ച അധ്യാപികയ്ക്കെതിരെ നടപടി വേണമെന്നും PTA യോഗം ആവശ്യപ്പെട്ടു. രമയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFIയും രംഗത്തുണ്ട്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം തേടിയെത്തിയ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ടതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളുടെ തുടർച്ചയായാണ് കോളേജിൽ അധ്യാപക രക്ഷാകർതൃ സമിതി യോഗം ചേർന്നത്. അരുതാത്തത് പലതും ക്യാമ്പസിനകത്ത് നടക്കുന്നുണ്ടെന്ന മുൻ പ്രിൻസിപ്പലിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് യോഗം വിലയിരുത്തി. മുഴുവൻ വിദ്യാർത്ഥികൾക്കും അപമാനമുണ്ടാക്കുന്ന പരാമർശം നടത്തിയ M രമയ്ക്കെതിരെ നടപടി വേണമെന്നും രക്ഷാകർതൃ സമിതി ആവശ്യപ്പെട്ടു. PTA അറിയാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത് തീരുമാനം എടുക്കേണ്ടതാണ്. PTA കാരണം കുട്ടികൾക്ക് കുറേ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്.
അതിന് തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത്. ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞിരുന്നുവെങ്കിലും അവരുടെ പ്രവൃത്തി അംഗീകരിക്കാനാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് PTA. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് SFI ക്യാമ്പസിൽ പ്രതിഷേധം തുടരുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം ജില്ലയിൽ വീണ്ടും അടച്ചുപൂട്ടൽ. ഏലൂരിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HIL ആണ് അടച്ചുപൂട്ടലിനൊരുങ്ങുന്നത്. സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 5 മാസമായി ശമ്പളം ലഭിക്കുന്നില്ല. കമ്പനിയിലേക്കുള്ള വൈദ്യുതിയും കുടിവെള്ളവും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ്. 2 പതിറ്റാണ്ട് മുമ്പ് 1200 തൊഴിലാളികൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 64 ജീവനക്കാർ. ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ട് 5 മാസം പിന്നിടുന്നു. ദിവസവേതനക്കാർക്ക് 9 മാസമായി ശമ്പളമില്ല. കമ്പനി 2 കൊല്ലമായിട്ട് കമ്പനിയിൽ സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്ന 3 മാസം കൂടുമ്പോൾ ഒരു സാലറി തരിക എന്നുള്ളതാണ്. ഒരു ലോൺ എടുത്തേക്കണ ഒരാൾക്ക് 3 മാസം കുടിശ്ശിക കിടക്കുമ്പോൾ 1 മാസത്തെ സാലറി അതിനകത്തോട്ട് വന്നാൽ ഈ ജീവനക്കാരൻ 1 രൂപ പോലും അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ബാങ്ക് നേരെ കട്ട് ചെയ്തുകൊണ്ട് പോകും. ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സാലറി വരുന്നത്. എങ്ങനെ ജീവിക്കും? അപ്പൊ 5 മാസം കഴിഞ്ഞു, സാലറി 5ാമത്തെ മാസം ഉണ്ട്. എങ്ങനെ ജീവിക്കും? കുടുംബ ചെലവുകൾ ബാക്കി ലാവിഷായിട്ടൊന്നും വേണ്ട. അരി മേടിക്കണോ? ബാക്കി കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കണോ? നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് വരണമുണ്ട്. ഇതിനൊരു തീരുമാനം. ഇത് ഒന്നുകിൽ ഇപ്പൊ കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. ഇത് എങ്ങോട്ടെങ്കിലും ഒന്ന് തള്ളിയിട്. ശമ്പളം കുടിശ്ശികയായതോടെ തൊഴിലാളികളുടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കുടുംബങ്ങളുടെ നിത്യച്ചെലവിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പണമില്ലാത്ത അവസ്ഥ. രാജ്യത്തിന്റെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കീടകളനാശിനികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി 1956 സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. നിലവിലും ഈ മേഖലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനവും ഇതുതന്നെ. എൻഡോസൾഫാൻ, DDT തുടങ്ങിയ രാസവസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും നിരോധിച്ചതോടെയാണ് സ്ഥാപനത്തിന്റെ പ്രതിസന്ധി ആരംഭിച്ചത്. സമയോചിതമായി വൈവിധ്യവൽക്കരണം നടപ്പിലാക്കാത്തത് തിരിച്ചടിയായി. സ്ഥാപനത്തെ നിലനിർത്തുമെന്നാണ് 2 വർഷം മുമ്പ് നീതി ആയോഗ് അറിയിച്ചത്. എന്നാൽ പഞ്ചാബിലെയും കേരളത്തിലെയും ഫാക്ടറികൾ പൂട്ടുകയാണെന്ന നിർദ്ദേശമാണ് തൊഴിലാളികൾക്ക് ലഭിച്ചത്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. നടിയെ ആക്രമിച്ച കേസിൽ ഇര നേരിടേണ്ടി വന്നത് ക്രൂരമായ അക്രമമെന്ന് ഹൈക്കോടതി. കേസിലെ പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ പരാമർശം. ജാമ്യാപേക്ഷ ഉത്തരവ് പറയാൻ മാറ്റിവെച്ചു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിജീവിത നേരിട്ടത് ക്രൂരമായ അക്രമമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് ഹൈക്കോടതി. 1-ാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണ് ഹൈക്കോടതിയുടെ വാക്കാൽ നിരീക്ഷണം. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതി ജാമ്യഹർജി ഇപ്പോൾ പരിഗണിക്കുന്നതെന്നും വിവിധ വിധിന്യായങ്ങൾ പ്രതിയുടെ അവകാശത്തെ അനുകൂലിക്കുന്നുണ്ടെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. 6 വർഷമായി വിചാരണ തീരാതെ ജയിലിൽ പ്രതി തുടരുമ്പോൾ ജാമ്യം ഒരു അവകാശമായി മാറില്ലേ എന്നും കോടതി ചോദിച്ചു. പ്രതിക്കെതിരെയുള്ള കുറ്റം ഗൌരവമേറിയതാണെന്നും പ്രഥമദൃഷ്ട്യാ ഇരയുടെ മൊഴിയും തെളിവുകളും പ്രതിക്കെതിരെയുള്ളതാണെന്നും ജാമ്യം നൽകരുതെന്നുമായിരുന്നു പ്രോസിക്യൂട്ടറുടെ വാദം. കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കേസിന്റെ സവിശേഷത മാനിച്ച് പണം അനുവദിക്കുന്നുവെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അങ്ങനെയുള്ള തിയറി മറ്റു കാര്യങ്ങളെല്ലാം വ്യാഴാഴ്ച കൊണ്ട് പര്യവസാനിച്ചു. ഇത് ഒരു വിശുദ്ധ നാട്ടിൽ ചെന്നിട്ട് ഒരു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാന്നുള്ളത് ഞാൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ പരാതിക്കാരിയായ ഹർഷിന നിരാഹാരം തുടങ്ങി. കുറ്റക്കാർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് നിരാഹാര സമരം. നീതി ലഭിക്കും വരെ സമരം തുടരുമെന്ന് ഹർഷിന പറഞ്ഞു. വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ആ പരാതിക്കാരി അല്ലെങ്കിൽ അതിന്റെ ഇരയായ ഹർഷിന ഇപ്പോൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ നിരാഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം വെടിഞ്ഞ് നടപടി സ്വീകരിക്കണം, ഒപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഫോറൻസിക് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് ഹർഷിന ഉന്നയിക്കുന്നത്. എന്തായാലും ഹർഷിന ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സൂചനാ സമരമാണത് യഥാർത്ഥത്തിൽ? സൂചനാ സമരം എന്നുള്ള രൂപത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നിരാഹാരം അനിശ്ചിതകാലം കിടക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. കാരണം കഴിഞ്ഞ സെപ്റ്റംബർ 15, അതായത് 6 മാസം ആവുന്നുള്ളൂ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കത്രിക ആണെന്ന് തെളിഞ്ഞിട്ട്. അപ്പൊ അന്ന് തൊട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തതാണ്. 3 വിദഗ്ധ സമിതികൾ അന്വേഷിച്ചു. അവസാനം ഫോറൻസിക് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അപ്പോൾ മന്ത്രിന്റെ അടുത്ത് എത്തിയിട്ടില്ല, ഗവൺമെന്റിന് അത് പുറത്തു വിട്ടിട്ടില്ല. ആഴ്ചകളും കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു ഇത് ഫോറൻസിക്കിന് വിട്ടിട്ട്. അപ്പൊ എന്നിട്ടും ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇവർ പുറത്തു വിടുന്നില്ല? എന്തുകൊണ്ട് നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു? 5 വർഷം ഞാൻ അനുഭവിച്ച് എനിക്കല്ലേ അറിയൂ.
ഇവിടെ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഒത്താശയാണോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഒരു നീക്കം അങ്ങനെ തന്നെയാണോ കാണുന്നത് ഇതിനെ? അങ്ങനെ സംശയിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത്രയും വ്യക്തമായ എവിഡൻസ് ഉള്ള ഒരു കാര്യമായിട്ട് അവർക്ക് എന്തുകൊണ്ട് ഇത് പുറത്തുവിടാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് നീതി വാങ്ങിത്തരാൻ കഴിയുന്നില്ല? അപ്പോൾ ഗവൺമെന്റിന്റെ സ്ഥാപനം അവരെ ആൾക്കാരുമാണല്ലോ, ഡോക്ടേഴ്സ് ആണെങ്കിലും ഗവൺമെന്റിന്റെ അവർക്ക് കോട്ടം വരുത്തരുത് എന്നുള്ള രൂപത്തിലാണല്ലോ. അതുകൊണ്ടാണോ എന്നുള്ളൊരു സംശയമുണ്ട്. സൂചനാ സമരമാണ്. വരും ദിവസങ്ങളിൽ സമരം മറ്റ് സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും മരണം വരെ പോരാടാൻ തന്നെ, നീതി കിട്ടുന്നത് വരെ. എന്നാണോ നീതി കിട്ടുന്നത്? കാരണം ഞാൻ വീട്ടിലേക്ക് വെറുതെ പോയിട്ട് കാര്യമില്ല, എനിക്ക് അതിനുള്ള ആരോഗ്യം ആയില്ല. പിന്നെ ഞാൻ സാമ്പത്തികമായിട്ടും എല്ലാ രൂപത്തിലും ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന് തരിപ്പണായ നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇതിനൊരു നീതി കിട്ടി, നഷ്ടപരിഹാരം ആണെങ്കിൽ നഷ്ടപരിഹാരം, പിന്നെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക. എന്തായാലും നീതി ലഭിക്കും വരെ സമരം തുടരും എന്ന് തന്നെയാണ് ഹർഷീന പറയുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹർഷീനയുടെ തീരുമാനം. ക്യാമറാമാൻ ശ്രീജിത്ത് സീകല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ ഓർഗനൈസർ സ്ഥാനത്ത് നിന്ന് താരസംഘടനയായ അമ്മ പിന്മാറി. ടൂർണമെന്റിൽ കളിക്കുന്ന കേരള സ്ട്രൈക്കേഴ്സുമായി നിലവിൽ ബന്ധമില്ലെന്നും താരസംഘടന വ്യക്തമാക്കി. എന്നാൽ താരങ്ങൾ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുന്നതിനാൽ വിലക്കില്ലെന്നും അമ്മ ഭാരവാഹികൾ അറിയിച്ചു. നൽകാം ജീവിതം. സംസ്ഥാനത്ത് മുൻ വർഷങ്ങളിൽ അവയവദാനം കുത്തനെ കുറഞ്ഞിരുന്നു. ഇതിന് പ്രധാന കാരണം അവയവമാറ്റ വിഷയം ചർച്ച ചെയ്യുന്ന സിനിമ ജോസഫിന്റെ സ്വാധീനമെന്ന് മൃതസഞ്ജീവനി പദ്ധതി നടത്തിപ്പ് ചുമതലയുള്ള KSOTO എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ. ചില കേസുകളും കാരണമായിട്ടുണ്ട്. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് പൂർണ്ണമായും ആശുപത്രിയുടെ ഉത്തരവാദിത്തമാണെന്നും ഡോക്ടർ നോബിൾ ന്യൂസ് 18 പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്തിൻ്റെ മരണാനന്തര അവയവമാറ്റം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്നു എന്നുള്ള കണക്കാണ് നിൽക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ ഇപ്പോൾ മൃതസഞ്ജീവനി നടത്തിപ്പ് ചുമതലയുള്ള KSOTO എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ചേരുന്നുണ്ട്. സാർ, നിലവിൽ എന്തായാലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് 2022 വലിയ രീതിയിൽ മരണാനന്തര അവയവമാറ്റം സംസ്ഥാനത്ത് കുറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി കൂടേണ്ടതാണ് എന്ന് കരുതുന്ന കാര്യമാണ്, പക്ഷേ കുറഞ്ഞു. അതിനെന്താണ് കാരണം ആയി കണക്കാക്കുന്നത്? കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഒരു ഡിക്ലൈനിങ് ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ഇടയ്ക്ക് കോവിഡായിരുന്നു, പിന്നെ കുറച്ച് നിയമപരമായ തടസ്സങ്ങൾ. ഒന്നെന്ന് വെച്ചാൽ ഒരു സിനിമ വന്നിരുന്നുണ്ട്, ജോസഫ് സിനിമയിൽ ഒരു നല്ലൊരു നെഗറ്റീവ് ക്യാമ്പയിൻ അവയവദാനത്തിനെതിരെ ഉണ്ടായി. 2, ഒരു ഡോക്ടർ കേസിന് പോയി, അതായത് മസ്തിഷ്കമരണം നിർണയത്തിന് അപാകതകളുണ്ടെന്നുള്ള. അപ്പോൾ അത് ആശുപത്രികളെയും ഡോക്ടർമാരുടെയും ഒരു മുറയിൽ തകർക്കുകയും അവർ ഈ മസ്തിഷ്കമരണ നിർണയത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുക. അത് നമുക്ക് നേരെയാക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോക്ടർമാരുടെ കോൺഫിഡൻസ് എടുക്കുക. ഡോക്ടർമാരുടെ എന്താ പറയുക, അവരെ നമ്മൾ വിശ്വസിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഇവിടെ തടസ്സം എവിടെയാണ്? ICUവിനകത്ത് ഡോക്ടർമാർ ബ്രെയിൻ ഡെത്ത്, പ്രോബബിൾ ബ്രെയിൻ ഡെത്തിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്താൽ തന്നെ നോട്ടിഫൈ ചെയ്യുന്നില്ല, ചെയ്യുന്നതിനപ്പുറം സർട്ടിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഉള്ള ആ പ്രക്രിയയിൽ ഒരു തടസ്സമാണ്. നിയമ നടപടികൾ പോകുന്നുണ്ട്, അതായത് ഇത്തരത്തിൽ സർട്ടിഫൈ ചെയ്യുന്നതിനെതിരെ ഡോക്ടർമാർക്കെതിരെ നിയമ നടപടികൾ പലരും സ്വീകരിക്കുന്നു. നമ്മൾ എന്തിനാ ഈ ഒരു നിയമക്കുരുക്കിൽ പെടേണ്ട ആവശ്യമുണ്ടോ? കാരണം നമ്മുടേതല്ലാത്തൊരു ആവശ്യത്തിന് നമ്മൾ സർട്ടിഫൈ ചെയ്യുകയും സർട്ടിഫൈ ചെയ്ത ശേഷം നമ്മൾ കോടതി കയറേണ്ടി വരേണ്ട അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു അവർ കൂട്ടായ തീരുമാനം എടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല അത്രത്തോളം. പക്ഷേ പൊതുവെ സർട്ടിഫൈ ചെയ്യാൻ ഒരു അമാന്തത ഡോക്ടർമാരുടെ ഇടയിലുണ്ട്. തോട്ടം മേഖലയുടെ പുനരുദ്ധാരണത്തിനായി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയിൽ തൊഴിലാളികൾക്ക് പരിഗണനയില്ല. N. കൃഷ്ണൻ നായർ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തോട്ടം ഉടമകൾക്ക് നികുതി ഒഴിവാക്കി കൊടുത്ത സർക്കാർ തൊഴിലാളികൾക്ക് ബാധകമായ ശുപാർശകളിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. തോട്ടം മേഖലയുടെ പുനരുദ്ധാരണം ലക്ഷ്യമിട്ട് N. കൃഷ്ണൻ നായർ കമ്മീഷൻ സർക്കാരിന് നൽകിയ റിപ്പോർട്ടാണിത്. തോട്ടം മേഖലയ്ക്ക് നികുതി ഇളവ്, തൊഴിലാളികൾക്ക് മികച്ച ആനുകൂല്യം നൽകണമെന്ന ശുപാർശ എന്നിവ അടക്കമുള്ള വിശദമായ റിപ്പോർട്ടാണ് 1ാം പിണറായി സർക്കാരിൻ്റെ പരിഗണനയ്ക്കെത്തിയത്. ശുപാർശകളെല്ലാം സർക്കാർ അംഗീകരിച്ചു.
പക്ഷേ നടപ്പാക്കിയത് തോട്ടം ഉടമകൾക്ക് വേണ്ടിയുള്ള ശുപാർശകളാണെന്ന് മാത്രം. പ്ലാന്റേഷൻ നികുതി നിർത്തലാക്കി. കർഷകാദായ നികുതിയും ലയങ്ങളെ കെട്ടിട നികുതിയിൽ നിന്നും ഒഴിവാക്കി കൊടുത്തു. റബ്ബർ മരങ്ങൾ മുറിക്കാൻ വനം വകുപ്പിന് നൽകേണ്ട സീനിയറേജിൽ നിന്നും തോട്ടങ്ങളെ ഒഴിവാക്കി. ഇവയെല്ലാം നടപ്പിലാക്കിയപ്പോൾ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രധാന ശുപാർശകളോട് സർക്കാർ കണ്ണടച്ചു. ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഈ ഗവൺമെന്റ് കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, തോട്ടം തൊഴിലാളികളെ മനുഷ്യരായി പോലും പരിഗണിക്കുവാൻ ഈ ഗവൺമെന്റ് കൂട്ടാക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. തൊഴിലാളികളുടെ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഈ ഗവൺമെന്റ് തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങൾക്ക് പകരം പുതിയ വീടുകൾ, തൊഴിലാളികൾക്ക് ESI നടപ്പാക്കണം, പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുക്കണം, വേതനം കലോചിതമായി പരിഷ്കരിക്കണം. ഈ ശുപാർശകൾ ഒന്നും നടപ്പായില്ല. വീടുകൾ നിർമ്മിക്കാൻ 20 കോടി അനുവദിച്ചെങ്കിലും പദ്ധതി പാതി വഴിയിൽ നിലച്ചു. ഫലത്തിൽ പ്ലാന്റേഷൻ മേഖലയുടെ പുനരുദ്ധാരണത്തിൽ തൊഴിലാളികൾ കൂടി ഉൾപ്പെടുമെന്ന കാര്യം സർക്കാർ മറന്നു. അധ്വാനവർഗ സിദ്ധാന്തം ഇടതു സർക്കാർ കൈവിടുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ സർക്കാർ തൊഴിലാളിക്കൊപ്പമോ അതോ മുതലാളിക്കൊപ്പമോ? എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ജനകീയ പ്രതിരോധ ജാഥയിൽ EP ജയരാജൻ പങ്കെടുക്കാത്തതിനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി. ഇത് പാർട്ടി ജാഥയാണെന്നും EP ജയരാജൻ LDF കൺവീനറാണെന്നും MV ഗോവിന്ദൻ. കോൺഗ്രസിനെ ദേശീയ തലത്തിൽ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി. രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാൻ കഴിയില്ല, കോൺഗ്രസ് സ്വീകരിക്കുന്നത് മൃദു ഹിന്ദുത്വ നിലപാടെന്നും MV ഗോവിന്ദൻ. ജമാഅത്തെ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി. വർഗീയതയെ എതിർക്കണമെന്ന് പറയുന്നവരും അല്ലാത്തവരും ലീഗിലുണ്ട്, അതാണ് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ നിലപാടെടുക്കാത്തതിന് കാരണമെന്നും MV ഗോവിന്ദൻ. കമ്മ്യൂണിസ്റ്റുകാർ മതനിരാസം അംഗീകരിക്കുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. മതത്തെ തള്ളിപ്പറയുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകൾ. സമസ്തയെ മാത്രമല്ല കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളെയും CPM-വുമായി അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും MV ഗോവിന്ദൻ. ACC പ്ലീനത്തിന്റെ പരസ്യത്തിൽ നിന്ന് അബ്ദുൽ കലാം ആസാദിനെ ഒഴിവാക്കിയ സംഭവത്തിൽ കോൺഗ്രസിന് മുന്നറിയിപ്പ് SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഇക്കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പ്രതികരിക്കാഞ്ഞത് ശരിയായില്ലെന്ന് സത്താർ പന്തള്ളൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ. ജനകീയ പ്രതിരോധ ജാഥ നടക്കുമ്പോൾ CPM കൂടുതൽ പ്രതിരോധത്തിലായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാനുള്ള ജാഥയ്ക്ക് പ്രതിരോധ ജാഥ എന്ന പേര് യോജിക്കുന്നതാണെന്നും സുരേന്ദ്രൻ. ഞങ്ങൾക്ക് അമിത്ഷായെയൊന്നും ഭയമില്ലെന്ന് മുഹമ്മദ് റിയാസ്. ഓണം ആഘോഷിക്കുന്ന മലയാളികളെയും വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചും അപമാനിച്ച ആളാണ് അദ്ദേഹം. UDF-നോട് വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താമെന്നും റിയാസ്. കോൺഗ്രസ് അംഗങ്ങൾ മദ്യം വർജിക്കണമെന്ന നയത്തിൽ ഇളവ് വരുത്തിയതിൽ VM സുധീരൻ എതിർപ്പ്. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സുധീരൻ കത്തയച്ചു. പാലക്കാട് മുതലമട പഞ്ചായത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM-ന് തോൽവി. CPM-ലെ ബേബി സുധയ്ക്കെതിരെ മത്സരിച്ച സ്വതന്ത്രാംഗം കൽപ്പനാദേവി കോൺഗ്രസ് പിന്തുണയോടെ വിജയിച്ചു. തെരഞ്ഞെടുപ്പിൽ 2 BJP അംഗങ്ങൾ വിട്ടുനിന്നു. ക്ഷീരകർഷകർക്ക് ലിറ്ററിന് 2 രൂപ വേനൽക്കാല അധിക പാൽവില നൽകുമെന്ന് മിൽമ. തിരുവനന്തപുരം മേഖല കൺവീനർ N ബാസുരാങ്കൻ. തിരുവനന്തപുരം മേഖലയിലെ സഹകരണ ക്ഷീരോത്പാദക യൂണിയന് കീഴിലുള്ള ക്ഷീരകർഷകർക്കാണ് അധിക പാൽവില നൽകുക. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തിയതോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത്. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി നീങ്ങിയതിനു ശേഷം നടക്കുന്ന ആദ്യ പൊങ്കാലയ്ക്ക് കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പുലർച്ചെ 4 മണിക്ക് കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായത്. താളമേളങ്ങളുടെ അകമ്പടിയോടെ ദേവിയുടെ വാളിലും മേൽശാന്തിയുടെ കൈയിലും കാപ്പുകെട്ടി. തുടർന്ന് തോറ്റംപാട്ട്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയത്. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീങ്ങിയതിനു ശേഷമുള്ള ആദ്യ പൊങ്കാലയെ വരവേൽക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു.
ഭക്ഷണ വിതരണത്തിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. നഗരസഭയുടെ ഹെൽത്ത് സ്ക്വാഡിന്റെ സജീവ പ്രവർത്തനവുമുണ്ടാകും. ഉത്സവ മേഖലയിൽ ലീഗൽ മെട്രോളജിയുടെ സ്ക്വാഡുകളുടെ സജീവ പ്രവർത്തനം ഉറപ്പാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും മെഡിക്കൽ ടീമിന്റെ സേവനവും ആംബുലൻസ് സൗകര്യവുമുണ്ട്. ഉത്സവ മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കുന്നുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിന് വൻ പോലീസ് സന്നാഹത്തെയും വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കടലോരത്തിന് സമാന്തരമായി 21 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന കവായി 7 പുഴകളുടെ സംഗമ സ്ഥലമാണ് കവായി കടൽ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള കുഞ്ഞിമംഗലത്തെ നീർത്തടങ്ങൾ, കുണിയൻ, ചെമ്പല്ലിക്കുണ്ട് പക്ഷി സങ്കേതങ്ങൾ എന്നിവ കവായി കായലിന്റെ പ്രത്യേകതയാണ്. KV ബൈജു പകർത്തിയ ദൃശ്യങ്ങൾ കാണാം. ഈ ദൃശ്യങ്ങളോടെ വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 18 പോൾ ഓഫ് പോളുമായി R കിരൺ ബാബുവും ER രാഗേഷും എത്തും. നമസ്കാരം. CM രവീന്ദ്രൻ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ